ഇപ്രാവശ്യം തലയിലേറ്റിയ ചക്ക നമ്മുടെ നാടൻ ചക്കയല്ല. അത് നമുക്ക് ഹായ്, വെൽക്കം ടു മൈ ചാനൽ സാൻസ് വ്ലോഗ്. ബിഗ് ബോസിൽ നിന്ന് പ്രശസ്തിയാർജിച്ച് അവസാനം പൊടുന്നനെ ഒരു വീഴ്ചയിലേക്കാണ് മാരാർ എടുത്തു ചാടിയത്. എല്ലാ കാര്യങ്ങളിലും സ്വന്തം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി മുൻനിരയിലേക്ക് കയറി വന്ന ഒരാളാണ് മാരാർ. എന്നാൽ തൊട്ടടുത്ത് നിൽക്കുന്ന സ്വന്തം അമ്മയുടെയോ ഭാര്യയുടെയോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള സ്ത്രീ സമൂഹത്തിൻ്റെയോ പ്രസവവേദന നിസ്സാരമായി വൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം ഇട്ട സോഷ്യൽ മീഡിയയിൽ ഇട്ടതേ മാരാർക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങോട്ടൊരു പൊങ്കാലയായിരുന്നു. പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്നൊരു പ്രോസസ്സ്. 2 കിലോ അരി കുത്തിയിട്ട് സ്ത്രീകൾ നിസ്സാരമായിട്ട് അപ്പുറത്തെ റൂമിൽ പ്രസവിച്ച് കിടക്കുന്നു എന്നാണ് മാരാർ പറഞ്ഞത്. ഇപ്പോഴത്തെ ആരോഗ്യ മേഖല സ്ത്രീകളെ കൂടുതൽ ഭയപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. എന്നാലും മാരാർ ഒന്നറിയണം, പണ്ടത്തെ കാലത്ത് മുണ്ടുമുടുക്കി അരി കുത്തി അത് വെന്തിട്ട് വേണം ഈ പ്രസവിച്ച സ്ത്രീകൾക്കായാലും അത് കഴിക്കാൻ. അന്നത്തെ കാലത്ത് ദാരിദ്ര്യം കൂടിയുണ്ടെന്ന് മാരാർ അറിഞ്ഞിരിക്കണം. എനിക്കിപ്പോൾ തോന്നുന്നത് മാരാർ ഇപ്രാവശ്യം തലയിലേറ്റിയ ചക്ക നമ്മുടെ നാടൻ ചക്കയല്ല. അത് നമുക്കൊക്കെ മലയാളികൾക്ക് ദഹിക്കാത്ത കുറച്ച് വേർഡ് സ്മെല്ലുള്ള ദുരിയാൻ ചക്കയാണെന്ന് തോന്നുന്നു. അതാണ് ഇത്ര ചീന നാറിയത്. പഴുത്ത ചക്ക തിന്നിട്ട് കുരുതുപ്പിക്കളയുന്നത് പോലെ പ്രസവിക്കാമെന്ന് മാരാർ വിചാരിച്ച് കാണും അല്ലേ? എന്നാൽ മാരാർ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ചെണ്ട കൊട്ടുന്നത് കേൾക്കുമ്പോൾ മാരാർക്ക് കിട്ടുന്ന അതേ സുഖം തല്ല് കിട്ടുന്ന ചെണ്ടയ്ക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇത്തരം ചിന്തകൾ തലയിൽ ഉദിക്കാതിരിക്കാൻ താങ്കൾ അടുത്ത പ്രാവശ്യം ഒരു പെണ്ണായി ജനിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കാം. കൊച്ചി, തൃശ്ശൂർ, ആലപ്പുഴ എന്നിവിടങ്ങളിൽ കത്രിക വയറ്റിൽ കണ്ട വാർത്ത കണ്ട് ഞെട്ടിയതാവുമോ ഇനി മാരാർ? ഈ അടുത്ത് നമ്മളൊരു വാർത്ത കണ്ടതാണ്. വീട്ടിൽ തന്നെ 5ഉം 6ഉം പ്രസവിച്ചിട്ട് കുറേ കുട്ടികളെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ. അവരുടെ ലാസ്റ്റത്തെ പ്രസവത്തിൽ അവർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വ്യക്തമായ ഒരു ഡോക്ടറുടെ സേവനം കിട്ടാത്തതിൻ്റെ. ഈ അടുത്ത് നമ്മളൊരു വാർത്ത കണ്ടതാണ്. ഒരു സ്ത്രീ വീട്ടിൽ തന്നെ കുട്ടികളെ പ്രസവിച്ചു, എന്നാൽ കുട്ടികളെ കിട്ടിയതുമില്ല. അങ്ങനെ അവസാനത്തെ പ്രസവത്തിൽ കുട്ടിയും മരിച്ചു, ആ സ്ത്രീയും മരിച്ചു. ഇതൊക്കെ ഡോക്ടറുടെ അനാസ്ഥയാണോ അല്ലെങ്കിൽ വീട്ടുകാരുടെ അനാസ്ഥയാണോ? സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് ഭർത്താക്കന്മാർ മുൻകൈയെടുത്ത് വീട്ടിൽ തന്നെ പ്രസവിച്ചിട്ട് മരിച്ച എത്രയോ അമ്മമാരും മക്കളും ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ. ഇനിയിപ്പോൾ സിസേറിയൻ കേസ് ആവശ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വയറ്റാട്ടി വന്നിട്ട് കത്രിക വെച്ച് കീറിയെടുക്കാൻ പറ്റുമോ? ആരെയാ സമീപിക്കേണ്ടതെന്നാണ്? ജീവിതശൈലിയും സാഹചര്യവും മാറുന്നതിനനുസരിച്ച് ആശുപത്രികൾ കൂണുപോലെ മുളച്ചു വരുന്നത് വേറൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ആര് എന്തൊക്കെ പറഞ്ഞാലും പ്രസവം എന്നത് ഒരു സങ്കീർണ ഘട്ടമാണ്. അത് വളരെ കെയർഫുള്ളായിട്ടും ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ റെസ്പോൺസിബിളായിട്ടും നടക്കേണ്ട കാര്യം തന്നെയാണ്. എന്തെങ്കിലും വീഴ്ച നമ്മുടെ ഭാഗത്ത് നിന്ന് പറ്റിയാൽ പിന്നെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സപ്പോർട്ടും ഷെയറും ചെയ്യണം കേട്ടോ.